ഗൂഗിൾ ഈ ചുരം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. അടിവാരത്തും ഗതാഗത നിയന്ത്രണം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പരിശോധന നടത്തി അത് കൃത്യമായി കാരണങ്ങൾ കണ്ടെത്തും വരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ്, ഏത് രീതിയിലാണ് ഗതാഗത നിയന്ത്രണമുള്ളത്? സ്മിത, ഉന്മേഷ്, ഈ താമരശ്ശേരി ചുരത്തിലെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. രണ്ടു ഭാഗത്താണ്. മുകളിൽ ഭാഗത്ത്, അതായത് വയനാട് ഭാഗത്ത് ലക്കിടിയിലും കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങളെ അടിവാരത്തുമാണ് നിരോധിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തന്നെ ഈ ബ്ലോക്ക് ഉണ്ടായതിനെ തുടർന്ന്, അതായത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് ഇതിനിടയിൽ കുടുങ്ങിയിട്ടുള്ള വാഹനങ്ങളെയൊക്കെ കടത്തിവിടുകയും കയറ്റിവിടുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ രീതിയിൽ പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ വരുന്ന വാഹനങ്ങളെ വഴിതിരിച്ചു വിടുവാൻ വേണ്ടി മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ രാത്രി ഇതറിയാതെയും അല്ലെങ്കിൽ ഈ സമയത്ത് ഇതിലെ കയറി പോകാൻ വന്ന വാഹനങ്ങളൊക്കെ ഈ ഭാഗത്ത്, അടിവാര ഭാഗത്ത് നിരനിരയായി നിർത്തിയിട്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ ഈ പരിശോധന പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ വാഹനങ്ങളെ കടത്തിവിടൂ എന്നാണ് ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടങ്ങളൊക്കെ അറിയിച്ചിട്ടുള്ളത്. മണ്ണുമാറ്റുക മാത്രമല്ല വേണ്ടത്, അവിടെ മറ്റെന്തെങ്കിലുമൊക്കെ അപകട സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുകയും അത്തരത്തിൽ അപകട സാധ്യത ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് വാഹനങ്ങളെ കടത്തിവിടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷം വന്ന വാഹനങ്ങളാണ് ഈ കാണുന്നത്. കാരണം അതുവരെ ഉണ്ടായിരുന്ന വാഹനങ്ങളെയൊക്കെ മുകളിലേക്ക് കടത്തിവിടുകയും മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം സംവിധാനം എന്ന് പറയുന്നത് കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വയനാടേക്ക് പോകാൻ അത്യാവശ്യമാണെങ്കിൽ അത് കുറ്റ്യാടി ചുരം വഴിയുള്ള പാത ഉപയോഗിക്കുക എന്ന നിർദ്ദേശമായിരുന്നു കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ടായിരുന്നത്. അവിടെയും വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഇപ്പോൾ നേരിടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ ചരക്ക് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ആ ഭാഗത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നമ്മളിവിടെയുള്ള ചില ഡ്രൈവേഴ്സിനോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ആ രീതിയിലുള്ള വിവരങ്ങളാണ് നൽകുന്നത്. അതിനാൽ തന്നെ ഈ റോഡ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഈ പാത പൂർണ്ണമായിട്ടും ഗതാഗത യോഗ്യമാക്കിയാൽ മാത്രമേ ഈ വാഹനങ്ങൾക്കൊക്കെ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെ ലക്കിടി ഭാഗത്തും, അതായത് ഈ മുകൾ ഭാഗത്തും ഇത്തരത്തിൽ ഈ വലിയ വാഹനങ്ങളുടെ, ചരക്ക് വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണ വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾക്ക് ഇവിടെ ചിലതൊക്കെ വരികയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരം വാഹനങ്ങൾക്ക് തിരിച്ചു പോകുന്നതിന്, കുറ്റ്യാടിച്ചുരം വഴി പോകുന്നതിന് പ്രയാസമില്ല. പക്ഷേ ഈ വലിയ വാഹനങ്ങൾക്ക് പോകാൻ പ്രയാസമായതിനാൽ തന്നെ ഈ റോഡിലെ ചുരത്തിലെ ബ്ലോക്ക് പൂർണ്ണമായും നീക്കിയാൽ മാത്രമേ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും ദൂരങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വാഹനങ്ങളാണ് നിരനിരയായി കിടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ മണ്ണ് മാറ്റിയതിനു ശേഷം മറ്റെന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക, വിദഗ്ധ പരിശോധന നടത്തുക. അതിനുശേഷം മാത്രമേ ഈ വാഹനങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് കയറ്റിവിടുന്നുണ്ടാവുകയുള്ളൂ. സ്മിത, ഉന്മേഷ്. അടിവാരത്ത് നിന്ന് വാഹനങ്ങൾ ഇപ്പോൾ ചുരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഗൂഗിൾക്ക് വേണുഗോപാലാണ് എന്നുള്ള വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.